കനത്ത കാർമേഘങ്ങൾ വന്ന് ആകാശത്തെ മൂടുമ്പോൾ ഭൂമിയിൽ ഇരുട്ട് പടരാറുണ്ട്. അപ്പോൾ സൂര്യൻ ഇല്ലാതായി എന്ന് അതിനർത്ഥമില്ല. സൂര്യൻ അതിന്റെ സ്ഥാനത്ത് തന്നെയുണ്ട്. താൽക്കാലികമായി മേഘങ്ങൾ അതിനെ മറച്ചു പിടിച്ചിരിക്കുന്നു എന്ന് മാത്രം. നമ്മുടെ ആത്മീയ ജീവിതവും ഇതുപോലെയാണ്. കഷ്ടപ്പാടുകളുടെയും കണ്ണീരിന്റെയും കാർമേഘങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുട്ടുമ്പോൾ ദൈവത്തിന്റെ നന്മയും സ്നേഹവും അവസാനിച്ചു എന്ന് നാം കരുതാറുണ്ട്. എന്നാൽ ഓർക്കുക, ആ മേഘങ്ങൾക്ക് മുകളിൽ നമ്മുടെ ദൈവത്തിന്റെ കൃപ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് പ്രകാരം പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. എബ്രായ ലേഖനം 13-ാം വാക്യം. ബൈബിളിലെ നോഹയുടെ ജീവിതം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. മഹാപ്രളയത്തിന്റെ സമയത്ത് കഠിനമായ കാർമേഘങ്ങൾ ഭൂമിയെ മുഴുവൻ മൂടിക്കളഞ്ഞു. 40 രാവും 40 പകലും പെയ്ത പെരുമഴയിൽ നോഹയും കുടുംബവും പുസ്തകത്തിനുള്ളിൽ അടയ്ക്കപ്പെട്ടു. പുറത്തു നോക്കിയാൽ ഒന്നിനെയും കാണാൻ കഴിയാത്ത വിധം ഇരുളും മേഘങ്ങളും മാത്രമായിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം തങ്ങളെ വിട്ടുപോയോ എന്ന് ചിന്തിക്കാവുന്ന സാഹചര്യമായിരുന്നു അത്. എന്നാൽ അക്കാലത്ത് മേഘങ്ങൾക്ക് മുകളിൽ ദൈവത്തിന്റെ വിശ്വസ്തത പ്രകാശിക്കുന്നുണ്ടായിരുന്നു. കൃത്യസമയത്ത് ദൈവം കാറ്റടിപ്പിച്ചു. മേഘങ്ങൾ മാറി ഒടുവിൽ മനോഹരമായ ഒരു മഴവില്ല് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. പ്രതിസന്ധികളുടെ മേഘങ്ങൾ താൽക്കാലികം മാത്രമാണെന്ന് നോഹയുടെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സാഹചര്യങ്ങളിലെ മേഘങ്ങളിലേക്ക് നോക്കരുത്, അതിനുള്ളിൽ പ്രകാശിക്കുന്ന ദൈവത്തിന്റെ കൃപയിലേക്ക് നോക്കുക. മേഘങ്ങൾക്ക് സൂര്യനെ കുറച്ചു സമയത്തേക്ക് മറയ്ക്കാൻ മാത്രമേ കഴിയൂ, അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. അതുപോലെ നിങ്ങളുടെ കഷ്ടതകൾക്ക് ദൈവത്തിന്റെ പദ്ധതികളെ തകർക്കാൻ കഴിയില്ല. എന്റെ ഉപദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിന് നേരെ വരുന്ന കാർമേഘങ്ങളെ കണ്ട് ഭയപ്പെടരുത്. അത് താൽക്കാലികം മാത്രമാണ്. ഒരു കൊടുങ്കാറ്റിനും ഒരു കാർമേഘത്തിനും സൂര്യനെ എപ്പോഴും മറച്ചു പിടിക്കാൻ കഴിയില്ല. അത് മാറിപ്പോവുക തന്നെ ചെയ്യും. നിങ്ങളുടെ കഷ്ടതകൾക്ക് മുകളിൽ വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. കർത്താവ് നിങ്ങളുടെ കണ്ണുനീരിനെ മാറ്റുകയും നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും പ്രത്യാശയുടെ വെളിച്ചം തരികയും ചെയ്യും. സാഹചര്യങ്ങളിൽ തളരാതെ മേഘങ്ങൾക്ക് മുകളിൽ പ്രകാശിക്കുന്ന ദൈവകൃപയിൽ എപ്പോഴും പ്രത്യാശയോടെ ആശ്രയിക്കുക. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്കാവുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.